CPI കായംകുളം കൊയ്പ്പള്ളിക്കാരാൻമാ തെക്ക് ബ്രാഞ്ച് സമ്മേളനം നടത്തി. ഭരണിക്കാവ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ആദർശ് ശിവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കായംകുളം കൊയ്പ്പള്ളിക്കാരാൻമാ തെക്ക് ബ്രാഞ്ച് സമ്മേളനം നടന്നു. മുതിർന്ന നേതാവ് ഈപ്പൻ വർഗീസ് പതാക ഉയർത്തി. ആർ സരസൻ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ആദർശ് ശിവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളും LC സമ്മേളനങ്ങളും ഒക്കെ നടന്നു വരികയാണ്. നമ്മുടെ ദേശീയ സമ്മേളനം എന്നറിയപ്പെടുന്നത് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ചിട്ടാണ്. സെപ്റ്റംബർ 21 മുതൽ 25 വരെയാണ്. സംസ്ഥാന സമ്മേളനം നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ വെച്ചിട്ടാണ്. സെപ്റ്റംബർ 8 മുതൽ 12 വരെയാണ്, 11 വരെയാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു കുറവ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ യുവാക്കളുടെ സാന്നിധ്യം കുറവാണ്. എത്രയോ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ, നമുക്കൊരു സംഘടനയുണ്ട്. CPIക്ക് ഒരു സംഘടനയുണ്ട്. ഏറ്റവും സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തൊരു സംഘടനയാണ്. AISF എന്ന് പറയും, വിദ്യാർത്ഥി സംഘടനയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മറ്റൊരു സംഘടനയുണ്ട്, AIYF എന്ന് പറഞ്ഞൊരു സംഘടന. നമ്മുടെ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ രൂപീകരിച്ച ഒരു സംഘടനയുണ്ട്, AITUC, 2020 രൂപീകരിച്ച. അപ്പോൾ നമുക്കങ്ങനെ ഒത്തിരി പാരമ്പര്യമുണ്ട്. പൈതൃകപരമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ചോദിച്ചാൽ CPI തന്നെയാണ് എല്ലാ കാര്യങ്ങൾ കൊണ്ടും. രക്തസാക്ഷി പ്രമേയം ശ്രീഹരിയും അനുശോചന പ്രമേയം ലതികയും അവതരിപ്പിച്ചു. K. മോഹൻകുമാർ സ്വാഗതം പറഞ്ഞു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് N. ശ്രീകുമാർ, മണ്ഡലം കമ്മിറ്റി അംഗം ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ്, K. പ്രദീപ്, അഡ്വക്കേറ്റ് MK ഉണ്ണികൃഷ്ണൻ, G. ബാബു, G. ശ്രീധരൻ, ജയകുമാർ നമ്പിയുടേത്, S. രാജേഷ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ മുതിർന്ന പ്രവർത്തകരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. സെക്രട്ടറിയായി P. മോഹൻകുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി ശ്രീഹരിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. CD ന്യൂസ്, കായംകുളം.